ഹരിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഹരിച്ചേട്ടാ, കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച ജസ്റ്റിൻ ട്രൂഡോ കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് പുറത്തായിരിക്കുകയാണ്. അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞു. ഇപ്പോൾ അടുത്ത പ്രധാനമന്ത്രിയായിട്ട് വരാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ഒരു ഇന്ത്യൻ വംശജയും ഹിന്ദുവുമായ ഒരു വനിത സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ശരിയാണ്. ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിക്ക് ശേഷം പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു 4 പേരുടെ പേരാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അത് ഒന്ന്, രാജിവെച്ച ധനകാര്യമന്ത്രിയും അതുപോലെ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന ക്രിസ്റ്റിയ ഫ്രീമാൻ, മറ്റേത് മാർക്ക് കാർണി, പിന്നെ മൂന്നാമതൊരാൾ ഡൊമിനിക് ലാബ്ല. അവരോടൊപ്പം തന്നെ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരാൾ ഇന്ത്യൻ വംശജയായ അനിത ആനന്ദാണ്. അനിത ആനന്ദ് ഇന്ത്യൻ വംശജയും ഹിന്ദു വിശ്വാസം, പ്രാക്ടീസിങ് ഹിന്ദു എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഹിന്ദു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയുമാണ്. അവർ ശരിക്കും പക്ഷെ അവർ ജനിച്ചത് കാനഡയിൽ തന്നെ ജനിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ അവരുടെ മാതാപിതാക്കൾ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്, കുടിയേറ്റക്കാരാണ്. പിതാവായ ആനന്ദ്, മാതാവായ സരോജ്, അവർ രണ്ടുപേരും, പിതാവ് തമിഴ്നാട്ടിൽ നിന്നും മാതാവ് പഞ്ചാബ് സ്വദേശിയുമാണ്. അപ്പോൾ ഇത് അനിത പ്രധാനമന്ത്രിയാകുകയാണെങ്കിൽ കാനഡയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒന്നാമത്തെ സംഭവം, ഒന്നാം സ്ഥാനങ്ങളും ഉണ്ടാവും. അതായത് ആദ്യമായിട്ടായിരിക്കും അവിടെ ഒരു വനിത പ്രധാനമന്ത്രിയാകുന്നത്. കാനഡയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു വനിത പ്രധാനമന്ത്രി ആയിട്ടില്ല. കാനഡയിലെ ആദ്യത്തെ ഹിന്ദു മന്ത്രിയാണ് അനിത ഇപ്പോൾ തന്നെ മന്ത്രിയാണ്. അവര് ട്രാൻസ്പോർട്ട് മന്ത്രിയാണ്. വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ കാനഡയുടെ ക്യാബിനറ്റിൽ വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി അനിത ആനന്ദ്. അനിത ആനന്ദിനെ പറ്റി പറയുമ്പോൾ അവരുടെ അക്കാഡമിക് ബ്രില്യൻസ് ആണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത്. അവര് പൊളിറ്റിക്കൽ സയൻസിൽ ക്വീൻസ് കോളേജ് ലണ്ടനിലെ പ്രഗത്ഭമായ ഒരു കോളേജാണ്, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സയൻസിൽ. അതുപോലെ തന്നെ അവര് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജൂറിസ്പ്രുഡൻസിലും BA എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവര് ലോയൽ ഡിഗ്രിയും അതുപോലെ നിയമത്തില് പോസ്റ്റ് ഗ്രാജുവേഷനും നടത്തി. പിന്നെ PhD എടുത്തു. അമേരിക്കയിലെ ഏറ്റവും പ്രശസ്ത സർവകലാശാലകളിലൊന്നായ യേൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായി ജോലി നോക്കി. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവര് MB ആകുന്നതിന് മുമ്പ് കാനഡയിലെ ടോറന്റോ യൂണിവേഴ്സിറ്റിയിലെ ഡീനായിരുന്നു. അവരുടെ പ്രാഗൽഭ്യം എന്ന് പറഞ്ഞ പോളിസി മേക്കിങ്, അതുപോലെ തന്നെ നിയമം, ഈ മേഖലകളിലൊക്കെ അതിപ്രഗത്ഭയായ ഒരു വ്യക്തിയായിട്ടാണ് അനിത ആനന്ദിനെ പരിഗണിക്കുന്നത്. അവരുടെ മാതാപിതാക്കൾ രണ്ടുപേരും ഡോക്ടർമാരായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവർ പ്രധാനമന്ത്രിയാകുകയാണെങ്കിൽ അത് കാനഡയിൽ തന്നെ സംഭവമായിരിക്കും. ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആയിരിക്കും. അതല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി മന്ത്രിയാകുന്ന ഒരു ഹിന്ദുവാണ്. അതുപോലെ ഇന്ത്യൻ വംശജരുടെ ഇടയിൽ നിന്നും ആദ്യമായി ഹിന്ദുക്കളുടെ ഇടയിൽ നിന്നും ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു പാശ്ചാത്യ ലോകത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങളുടെ സൂചനയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ കാലഘട്ടം വരെ ഹിന്ദു മതത്തെ ഈ പെയ്ഗൻസ് എന്ന് പറയാം, അതായത് അങ്ങനത്തെ ഒരു രീതിയിലാണ് കണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ആയിരിക്കും ഇത്. ചോദിച്ചോളൂ, എന്താണ് ചോദിക്കാൻ വന്നത്? തീർച്ചയായിട്ടും പാശ്ചാത്യ ലോകത്തിന്, പ്രത്യേകിച്ചും യൂറോപ്പിന് ഇന്ത്യയെക്കുറിച്ചുള്ള ധാരണ പാമ്പാട്ടികളുടെ നാട് എന്നായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർ നമ്മളെ ആക്ഷേപിച്ചിരുന്നത് ഈ പാമ്പാട്ടികളുടെയും നായാടികളുടെയും ഒക്കെ നാടാണ്, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ജനതയാണ് എന്നൊക്കെ അവർ നമ്മളെ ആക്ഷേപിച്ചിരുന്നു. ഇതൊക്കെ ചരിത്രത്തിലുണ്ട്. പക്ഷേ ഇപ്പോൾ അതിന് വലിയ മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഒരു ഹിന്ദു ആയിരുന്നു, നമുക്കറിയാമല്ലോ. ഋഷി സുനക്കിൻ്റെ കാര്യം അറിയാം. അതുപോലെ അമേരിക്കയിലും മറ്റ് പല പാശ്ചാത്യ നാടുകളിലും നിർണായകമായ സ്ഥാനങ്ങളിൽ, വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ, മന്ത്രിസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ വരുന്നു. പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ പ്രതിരോധ വകുപ്പുകളിൽ ഉൾപ്പെടെ ഇന്ത്യക്കാർ വരുന്നു, ഹിന്ദുക്കൾ വരുന്നു. ഇതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമല്ലേ? ലോകത്ത് നമ്മൾ പറയുന്ന ഹിന്ദു സംസ്കാരത്തിന്,
അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തിന് ഉണ്ടാകുന്ന ഒരു വളർച്ചയുടെ അല്ലെങ്കിൽ വികാസത്തിൻ്റെ അല്ലെങ്കിൽ അതിന് ലഭിക്കുന്ന പ്രാധാന്യത്തിൻ്റെ സൂചനകളല്ലേ ഇതെല്ലാം? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ അനിത ആനന്ദിന്റെ മതം പറയുമ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ വിചാരിക്കും നമ്മൾ സങ്കുചിതമായിട്ട് അവരുടെ മതം പറയുന്നു, എന്തിനാണ് ഒരാളുടെ മതം ചോദിക്കുന്നത്. ഇവിടെ മതം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ച്, ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച്, നമ്മുടെ വിശ്വാസങ്ങളെ, ഇതൊക്കെ തള്ളിപ്പറഞ്ഞിരുന്ന, ഇതിനെക്കുറിച്ചൊന്നും പാശ്ചാത്യർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം. ഇപ്പൊ സ്വാമി വിവേകാനന്ദനെ പോലുള്ള ഒരുപാട് ആൾക്കാർ പാശ്ചാത്യ ലോകത്ത് പോയിട്ട് ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രത്യേകതകൾ അവര് വിവരിച്ചു കൊടുത്തിരുന്നു. പക്ഷേ എന്നിട്ടും ബഹുഭൂരിപക്ഷം പാശ്ചാത്യരുടെ ഇടയിലേക്കും അത് എത്തിയിട്ടുണ്ടോ എന്ന സംശയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഈ കാലം വരെ ഹിന്ദുക്കളെ ബഹുദൈവ വിശ്വാസികളായ പേഗൻ, അതായത് ആദിമ ഒരു മനുഷ്യരെ പോലാണ് അവർ കണ്ടിരുന്നത്. അവർക്ക് നമ്മൾ എന്തോ സംസ്കാരത്തിൽ കുറവുണ്ടോ ഉള്ളതുപോലൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ അവിടെ ചിലർ പരത്തിയിരുന്നു. പക്ഷേ അതിൽ നിന്നും പാശ്ചാത്യ ലോകം മുന്നോട്ട് പോയി എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ശരിക്കും ഞാൻ ഓർക്കുന്നത് അമേരിക്കയിലെ ഗവർണറായിരുന്ന ബോബി ജിണ്ടാൾ എന്നൊരു ഇന്ത്യൻ വംശജനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പീയൂഷ് ജിണ്ടാൾ എന്നായിരുന്നു. അപ്പൊ ഈ പീയൂഷ് ജിണ്ടാൾ എന്ന വ്യക്തി ബോബി ജിണ്ടാൾ ആയത് അദ്ദേഹം ഹിന്ദു മതത്തിൽ നിന്നും പരിവർത്തനം നടത്തി ഇവാഞ്ചലിക്കൽ കത്തോലിക്കനായി. അങ്ങനെ ഇവാഞ്ചലിക്കൽ കാതോലിക്കായ ബോബി ജിണ്ടാളാണ് പിന്നീട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിനെ കഴിഞ്ഞുള്ളൂ. ഹിന്ദുവായ പീയൂഷ് ജിണ്ടാളായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഗവർണർ ആവാനോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടാനോ കഴിയുമായിരുന്നില്ലാത്ത ഒരു കാലം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ഇത് തന്നെയായിരുന്നു മറ്റു പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെയും അവസ്ഥ. ഇന്ത്യയെ പൊതുവെ ഒരു താഴോട്ട് നോക്കുന്ന, അതായത് ലുക്ക് ഡൗൺ അപ്പോൺ എന്ന് ഇംഗ്ലീഷിൽ പറയും, അങ്ങനെ ഒരു പുച്ഛത്തോടെ നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ത്യൻ സംസ്കാരത്തെ അംഗീകരിക്കുകയും, അതുപോലെ തന്നെ പ്രശാന്ത് പറഞ്ഞതുപോലെ US-ലാവട്ടെ, UK-യിൽ ഋഷി സുനക്ക്, അല്ലെങ്കിൽ US-ൽ നിരവധി ആൾക്കാർ, ഇന്ന് US-ലെ 23 പ്രധാനപ്പെട്ട കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. അപ്പം നമ്മൾ ഹിന്ദു എന്ന് പറയുന്നത് ഈ ഒരു സംസ്കാരത്തെയാണ്. അപ്പൊ ഈ സംസ്കാരത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഇന്ത്യയുടെ മഹത്വം ഇന്ത്യക്കാരൊട്ടും മോശമല്ല എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടു അവിടെ. ഇന്ന് നമ്മൾ കാണേണ്ടത് ഇന്ത്യൻ വംശജർ മാത്രമല്ല ഇന്ന് അമേരിക്കയിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഹിന്ദു, വെള്ളക്കാരായ ഹിന്ദുക്കളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തുളസി ഗബാഡ് ഇന്ന് അവര് വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിലാണ് ഇരിക്കുന്നത്. ആയിട്ടില്ല, അവരെ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ അവർ ചുമതലയേൽക്കും. ഞാൻ പറഞ്ഞു വരുന്നത് തുളസി ഗബാഡ് ഭഗവത്ഗീത തൊട്ട് സത്യം ചെയ്ത് അങ്ങനെ കോൺഗ്രസിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ സംസ്കാരത്തെ അവിടെ അംഗീകരിക്കാനായിട്ട് ഒട്ടും വിമുഖത ഇന്ന് പാശ്ചാത്യ ലോകത്തിനില്ല. പാശ്ചാത്യ ഹോളിവുഡിലെ ഒരുപാട് സിനിമകളിൽ ഹിന്ദു മിത്തോളജി തീമുകളാണ്. അതുപോലെ തന്നെ ഹോളിവുഡിലെ പല നടന്മാരും നടിമാരും ഹിന്ദു വിശ്വാസം സ്വീകരിച്ചവരാണ്. മാർലിൻ ബ്രാൻഡോ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ ഒരുപാട് ജൂലിയ റോബർട്ട്സ് ഹിന്ദുമതം സ്വീകരിച്ച ഒരു പ്രമുഖ നടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ഹിന്ദു വിശ്വാസം അമേരിക്കയിൽ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നതിന് തടസ്സമല്ല. ഒരാൾ ഹിന്ദു ആണെന്ന് കരുതി അയാളെ സമൂഹം പുച്ഛത്തോടെ വീക്ഷിക്കുന്നില്ല. ഇത് മൊത്തത്തിൽ ഭാരതത്തിന്റെ തന്നെ ഒരു ആഗോള വളർച്ചയുടെ സൂചകമാണ്. അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. പിന്നെ ഈ അനിത ആനന്ദ് എന്ന വ്യക്തി, അവരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ചുമതല, വലിയ നേട്ടങ്ങൾ മന്ത്രി എന്നുള്ള നിലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹതിയാണ്. കാനഡയിൽ 2020 ശേഷം 21 കാലഘട്ടത്തിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഈ കോവിഡിന് ആവശ്യമുള്ള, കാനഡയ്ക്ക് ആവശ്യമുള്ള വാക്സിൻ സംഭരിക്കാനും അതുപോലെ തന്നെ മറ്റ് പ്രൊട്ടക്റ്റീവ് ഉപകരണങ്ങൾ, മാസ്ക് ഉൾപ്പെടെയുള്ളവ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കാനഡയിലേക്ക് കൊണ്ടുവരാനുമൊക്കെ വളരെ വിദഗ്ധമായി ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത ഒരു മന്ത്രിയായിരുന്നു. അവര് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ, അവിടുത്തെ പ്രതിരോധ മന്ത്രി ആയി ചുമതല അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ 2 വകുപ്പുകളാണ് അവർ കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ട്രാൻസ്പോർട്ടാണ്. അതുപോലെ തന്നെ പല പ്രധാന തീരുമാനങ്ങളിലും, അതായത് ഞാൻ പറഞ്ഞല്ലോ, അവർ പോളിസി മേക്കിങ്ങിൽ വളരെ അധികം വിദഗ്ധയായ ഒരു വ്യക്തിയാണ്. അപ്പോൾ കാനഡയ്ക്ക് തന്നെ അവരുടെ ഒരു നേതൃത്വം ഗുണകരമാകുമെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പൊതുവെ വിലയിരുത്തുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഹിന്ദു സംസ്കാരം
ഒരു ആഗോള ബ്രാൻഡായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. കാരണം എല്ലായിടത്തും ഇന്ന് ഹിന്ദുത്വത്തിന് അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിന് ഒരു സ്വാധീനം ഉണ്ട്, അതിന് സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ പോലും അവർ രണ്ട് കൈയും നീട്ടി നമ്മളെ സ്വീകരിക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ ചരിത്രത്തെ, നമ്മൾ ലോകത്തിന് നൽകിയ സംഭാവനകളെ ഒക്കെ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. എന്തായാലും പാമ്പാട്ടികളുടെയും നായാടികളുടെയും നാടാണ് ഭാരതം അഥവാ ഇന്ത്യ എന്ന പാശ്ചാത്യ ചിന്താഗതിക്ക് വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അതിൻ്റെ തെളിവുകളാണിപ്പോൾ. നന്ദി, നമസ്കാരം. നന്ദി.